അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മുമ്പ് കാലങ്ങളിൽ നമുക്ക് പരിചയമില്ലാത്ത വിധത്തിൽ വലിയ ചൂട് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാളുകൾ കൂടി നിന്നാൽ ചർച്ച ചൂടിനെ കുറിച്ചാണ്. പലരും അടക്കം പറയുന്നത് ചൂടിൻ്റെ കെടുതികളെ സംബന്ധിച്ചും പ്രയാസങ്ങളെ സംബന്ധിച്ചുമാണ്. ഉഷ്ണതരംഗങ്ങൾ, സൂര്യാതപം തുടങ്ങിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നു. മരണം വരെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ അലോസരപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാത്തരം ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം സന്ദർഭങ്ങളിൽ തണലിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും അതിൻ്റെ മഹത്വവും ആർക്കും പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഒരു ചെറിയ തണൽ നമുക്ക് ലഭിച്ചാൽ എത്രമാത്രം ആശ്വാസമാണ് അത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അനുഭവിക്കുന്ന തണലുകൾ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ പല ആളുകളുടെയും അധ്വാനത്തിൻ്റെയും കരുതലിൻ്റെയും ഫലമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതിനാൽ നമ്മൾ അത്തരം തണലുകളെ നശിപ്പിക്കുന്നവരായി കൂടാ, മറിച്ച് വരാനിരിക്കുന്നവർക്ക് കരുതലാകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു മരം മുറിക്കേണ്ടി വന്നാൽ പോലും 2 മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്നർത്ഥം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല നെയ്യത്തോടുകൂടി, ഉദ്ദേശശുദ്ധിയോടുകൂടി ഒരു വിശ്വാസി ചെയ്യുന്ന ഏത് ചെറിയ കർമ്മവും പടച്ചിറപ്പിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യതയും പ്രതിഫലവുമുള്ള കാര്യമാണ് എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. നമുക്കതിനെ സംബന്ധിച്ച് എപ്പോഴും ഓർമ്മയുണ്ടാകണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസ, ഒരു വിശ്വാസി ഒരു മരം നടുന്നു എന്നിരിക്കട്ടെ, ഔ യസ്റഉ സർഅ, അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നു എന്നിരിക്കട്ടെ, ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ, അതിൽ നിന്ന് അതിൻ്റെ ഗുണഫലങ്ങൾ, അതിൻ്റെ കായ്കനികൾ ഭക്ഷിക്കുന്നത് പക്ഷിയോ മൃഗങ്ങളോ മനുഷ്യരോ എന്തുമായാലും, ഇല്ലാ കാന ലഹു സദഖ, അതൊക്കെ ആ കൃഷി ഇറക്കിയ അതിനെ നട്ടുവളർത്തിയ മനുഷ്യന് ഒരു പുണ്യമായി, ദാനമായി, സദഖയായി കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു മരത്തിൽ നിന്ന് എത്രമാത്രം ഗുണങ്ങളുണ്ട്. അതിൻ്റെ തണൽ വലിയ ഗുണമാണ്, അതിൻ്റെ കായ്കനികൾ വലിയ ഗുണമാണ്, അതിൻ്റെ ഇലകളും മരങ്ങളും ചില്ലകളും എല്ലാം മനുഷ്യന് ഉപകാരപ്പെടുന്ന നന്മകളാണ്. അതുകൊണ്ട് തന്നെ ആ നന്മയുടെ വക്താവാകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ അധ്വാനത്തിലേക്ക്, നമ്മുടെ പരലോകത്തേക്കുള്ള സമ്പാദ്യത്തിലേക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഈ ലോകത്ത് നമുക്ക് തണൽ അനുഭവിക്കുവാനും കായ്കനികൾ തിന്നുവാനുമൊക്കെയാണ് ഈ മരങ്ങളും അതേപോലെയുള്ള കൃഷിയുമൊക്കെ ഉപകരിക്കുന്നതെങ്കിൽ, പരലോകത്ത് നമുക്ക് ധാരാളം നന്മകൾ സമ്പാദിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് തണൽ കിട്ടണം, അവിടുത്തെ ചൂടിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടണം, അവിടെ വിയർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടു കൂടി കഴിയാൻ സാധിക്കണം. അതിന് കറകളഞ്ഞ സത്യവിശ്വാസം സ്വീകരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅറഖു الناس يوم القيامة حتى يذهب عرقهم في الأرض 70 ذراعا. മനുഷ്യന്മാർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ പരലോകത്ത് വെച്ച് വിയർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ 70 മുഴം നീളത്തിൽ അവരുടെ വിയർപ്പ് തളം കെട്ടി നിൽക്കുമെന്നാണ്. വയുൽജിമുഹും ഹത്താ യബ്ലുഗ ആദാനഹും, അവരുടെ ചെവികൾ വരെയും എത്തുന്ന രീതിയിൽ മൂക്ക് കയറിട്ട് പിടിച്ചതുപോലെ ആ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്, ഓരോരുത്തരുടെയും കർമ്മ തോതനുസരിച്ച് അവർ ആ വിയർപ്പിൽ മുങ്ങി പ്രയാസങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈഹി, ചില ആളുകളുടെ വിയർപ്പ് അവരുടെ കണങ്കാൽ വരെയും മുങ്ങി നിൽക്കും. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി, വേറെ ചില ആളുകളുടേത് കാൽമുട്ട് വരെയും വിയർപ്പ് മുങ്ങി നിൽക്കും. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി, വേറെ ചില ആളുകളുടേത് തങ്ങളുടെ അരക്കെട്ട് വരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക.
വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമ, വേറെ ചില ആളുകളുടെ മൂക്കറ്റം വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന പരിതാപകരമായ അതിതീക്ഷ്ണമായ ഒരു ലോകമാണ് പരലോകം. അവിടെ നമുക്ക് ആശ്വാസം കിട്ടാൻ നാം പ്രാർത്ഥിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കൊടും ചൂടുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.